ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. അനുഭവങ്ങൾ പാളിച്ചകളിൽ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസും എക്സ്പീരിയൻസുകളും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും കൺസൾട്ടിങ് അസൈൻമെൻറ്റുകളിലുള്ള പല ആളുകളും, ആദ്യമായി കാണുന്ന പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ, ക്ലയൻസൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാവില്ലേ എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് അനുഭവങ്ങൾ പറയാറുള്ളത്. പലപ്പോഴും സ്ഥലങ്ങളും പേരുകളും എല്ലാം മാറ്റി പറയേണ്ട അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറയുന്ന അനുഭവങ്ങളിലൊക്കെ തന്നെയുള്ള ചില പ്രത്യേക പോയിന്റുകൾ, മാനേജ്മെൻറ്റ് മോഡലുകൾ, നമ്മൾ ചെയ്ത ചില സ്ട്രാറ്റജികൾ, ഇതൊക്കെയാണ് ആക്ച്വലി നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള അനുഭവ കഥകളിലൂടെ പഠിക്കാനുണ്ടാകും. അപ്പോൾ മുൻപുണ്ടായിരുന്ന അനുഭവങ്ങൾ പാളിച്ചകളുടെ സീരീസൊക്കെ കാണാൻ ശ്രമിക്കുക. ഏതാണ്ട് എല്ലാ ഡൊമെയിനും നമ്മൾ കവർ ചെയ്യാറുണ്ട്. ഇന്നത്തെ അനുഭവങ്ങൾ പാളിച്ചകൾ ഒരു ചെറിയ അനുഭവം മാത്രമാണ് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ നമ്മൾ പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ്. ഏകദേശം ഒരു 10-15 പേര് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഇവിടെ നമ്മൾ പോകുമ്പോൾ അവരുടെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവർ മോട്ടിവേറ്റഡ് അല്ല, ടാർഗറ്റുകൾ കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല. അവർ തമ്മിൽ ചെറിയ ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കൃത്യമായിട്ട് ആളുകൾ വർക്കിന് വരുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു കൺട്രോൾ ഇവർക്ക് കിട്ടുന്നില്ല. 2 പേർ വിദേശത്താണ്, ഒരാൾ ഇവിടെ ഇരുന്നുകൊണ്ട്, 3 പേരാണ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്. ഒരാൾ ഇവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിനൊരു കൺട്രോൾ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള മീറ്റിങ്ങിലൊക്കെ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഡെഡ് ലൈൻ എന്തുകൊണ്ട് മീറ്റ് ചെയ്യുന്നില്ല, ഇയാളുടെ കഴിവുകേടിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നു. വലിയ ഇഷ്യൂസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ നമ്മൾ സമീപിക്കുകയും അങ്ങനെ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് സമയം ചെലവഴിക്കുകയുമാണ് ചെയ്തത്. ഇത് ബേസിക്കലി ഒരു HR ഇഷ്യൂ ആണ്. ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും ബേസിക്കലി ഒരു HR ഇഷ്യൂ ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നു. അപ്പം ഈ ഒരു അസസ്മെൻറ്റിലൂടെ പ്രധാനമായിട്ടും ഞങ്ങൾ അസസ് ചെയ്യുന്നത് ആഡംസ് ഇക്വിറ്റി തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആഡംസ് ഇക്വിറ്റി തിയറി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫർട്ടും നമ്മൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ റിവാർഡ്സും തമ്മിലുള്ളൊരു ബന്ധമാണ്. അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും നമ്മൾ എത്രമാത്രം എഫർട്ട് ഇട്ടു അതിന് മാത്രം നമ്മൾ റിവാർഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആഡംസ് ഇക്വിറ്റി തിയറി എന്ന് പറയുന്ന ഈ തിയറി പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആക്ച്വലി വർക്ക് ചെയ്യാൻ ആരംഭിച്ചത്. ഞങ്ങൾ ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തു, ഓരോരുത്തരെയും മനസ്സിലാക്കി, അവരുടെ പ്രോസസ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഈ ഓർഗനൈസേഷനിൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ റെസ്പോൺസിബിലിറ്റീസോ KRIസോ KPIസോ ഇല്ല. അവിടെ തൊട്ട് പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. KPIs ഡിഫൈൻഡ് അല്ലാത്തൊരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഞാൻ ഉറപ്പിച്ച് പറയാം, അതിനകത്ത് വലിയ കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ടാവും. പുറത്തേക്ക് ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവില്ല, പക്ഷേ അവരുടെ ഉള്ളിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ ചിലപ്പോൾ നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് അവരിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ചില ആളുകൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവർ കൂടുതൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. ചില ആളുകൾ ഓൾറെഡി റെസ്പോൺസിബിലിറ്റി അസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്, പക്ഷേ സാലറിയൊക്കെ ഓൾമോസ്റ്റ് ഏതാണ്ട് എല്ലാവർക്കും ഒരുപോലെയൊക്കെ തന്നെയാണ് കിട്ടുന്നത്. ചില ആളുകൾ കൂടുതൽ വർക്ക് ചെയ്യുന്നു, ചില ആളുകൾക്ക് കൂടുതൽ വർക്ക് അസൈൻ ചെയ്യപ്പെടുന്നു. അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ല. അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ആളുകൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, ചില ആൾക്കാർ വളരെ റിലാക്സ്ഡ് ആണ്. എന്താണ് കമ്പനിയിൽ നടക്കുന്നതെന്ന് പോലും അറിയാത്ത ചില ആളുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു 10-15 പേരുടെ ഒരു കൂട്ടമാണ് അവിടെയുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങൾ ചെയ്തത് കൃത്യമായിട്ട് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യും, KRSും KPIസും ഡിഫൈൻ ചെയ്യുകയും ചെയ്യാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നോക്കുന്നത്, പല ആളുകൾ പല സാലറി ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം പല ആളുകൾക്കും, അതായത് കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന, കൂടുതൽ അക്കൗണ്ടബിലിറ്റിക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം. കാരണം ഏതെങ്കിലും ഒരു കാര്യത്തിന് ഓണർഷിപ്പ് എടുക്കുന്നതിനാണത് പറയുന്നത്. അപ്പോൾ ഈ ഓണർഷിപ്പ് എടുക്കുന്ന ചില ആളുകൾക്ക് സാലറി കുറവാണ്. അതിനേക്കാൾ സാലറി വാങ്ങുന്ന ആളുകൾ അവരുടെ റിപ്പോർട്ടീസ് ആയിട്ടുണ്ട്. അതായത് വലിയ ഇംപെർഫെക്ഷൻസ് ആണ് ഈ സാലറി ഡിസൈനിങ്ങിൽ സംഭവിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഈ സാലറീസിനെ ഇവരുടെ KPIസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു സാലറി ഫിക്സ് ചെയ്യുകയും അതിനുശേഷം എക്സ്ട്രാ ഇൻസെൻറ്റീവ് എന്നുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവർ ഓരോരുത്തരുമായിട്ട് 1 by 1 ആയിട്ട് ഇരുന്ന് സംസാരിച്ചു. ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ KPIs എങ്ങനെയാണ് മെഷർ ചെയ്യപ്പെടുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ സാലറി ഫിക്സ് ചെയ്തിട്ടുള്ളത്, ഇനിയിപ്പോൾ നിങ്ങൾ ഇത്ര വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സാലറി വരെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്, അടുത്തൊരു 5 വർഷം നിങ്ങൾ ഇന്ന ഒരു ഗ്രാഫിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ് എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി ഓരോരുത്തർക്കും കൊടുത്തു. ഇത് ഓരോരുത്തർക്കും കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ട്രാൻസ്പെറൻസി വളരെ പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും റൂമറുകൾ ഉണ്ടാവുന്നത്, ഇയാൾക്ക് അത്ര കിട്ടുന്നുണ്ട്, ഇയാൾക്ക് ഇങ്ങനെ വരും എന്നൊക്കെ പറയുമ്പോഴുള്ള കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ. ഇത് ഭയങ്കരമായിട്ട് ബലൂൺ ചെയ്യപ്പെട്ടിട്ടാണ് പലപ്പോഴും പ്രഷറായി പൊട്ടിത്തെറിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീമുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തന്നെ ഒരു 3 ടീമുകൾ ഉണ്ടാക്കി. ഈ ടീമുകളുടെ റെസ്പോൺസിബിലിറ്റീസും അസൈൻ ചെയ്തു, ഡെഡ് ലൈൻസും അസൈൻ ചെയ്തു, ഡെഡ് ലൈൻ അച്ചീവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ടീം ഇൻസെൻറ്റീവ്സും അസൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ എല്ലാവരുടെയും റോളുകൾ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തു.
റോളുകൾ പലപ്പോഴും പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യണം, എന്നാലേ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ അധികാരം എന്താണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്. റെസ്പോൺസിബിലിറ്റിയുടെ ഒപ്പം പവർ കൂടി അറിഞ്ഞിരിക്കണം. ചില ആൾക്കാർക്ക് ചില എക്സ്ട്രാ പവറുകൾ ഉണ്ടാവും, അത് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളതായിരിക്കും, അത് മറ്റുള്ളവർ അറിഞ്ഞിരിക്കണം, എന്നാലേ അനുസരിക്കുകയുള്ളൂ. അപ്പോൾ അതെന്താണ് എന്നുള്ളതൊക്കെ അറിയുന്ന തരത്തിൽ എ സീരീസ് ഓഫ് മീറ്റിംഗ്സ് വെച്ചു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6-7 മീറ്റിങ്ങുകൾ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു ഡിസ്കഷനും ഫൈനലൈസേഷനും വേണ്ടി. അങ്ങനെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റീസും KRIസും KPIസും പവേഴ്സും എല്ലാം ആൾക്കാർക്ക് കൃത്യമായി. ഇതിനെ നമ്മളൊരു സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവന്നു. നമ്മളൊരു HRMS സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ട് ആ HRMS സോഫ്റ്റ്വെയറിലേക്ക് ഈ പറയുന്ന എല്ലാ പെർഫോമൻസ് മെട്രിക്സും പെർഫോമൻസ് പാരാമീറ്റേഴ്സും നമ്മൾ എൻ്റർ ചെയ്ത് കണക്ട് ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്ന മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ എവ്രി മന്ത് ഇറ്റ് വിൽ ബി അനലൈസ്ഡ്. എല്ലാ മാസത്തിലും അവരുടെ സാലറിയും ഇൻസെൻറ്റീവും ഇതിനെ ബേസ് ചെയ്തിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ടായിട്ട് മാറി. ഒരു ബേസിക് സാലറി ഡെഫിനറ്റ്ലി ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് അവർക്ക് കൂടുതൽ സാലറി വരണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ പെർഫോമൻസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം. ക്വാളിറ്റേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും, അതിനെ അടക്കം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആക്കിയിട്ട് മാറ്റി, അതായത് നമ്പേഴ്സിലേക്ക് ആക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളെയും നമ്പേഴ്സാക്കി മാറ്റി. ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് ക്ലാരിറ്റി വന്നു. മാത്രമല്ല അതിനകത്ത് 1-2 ആളുകൾ ഉണ്ടായിരുന്നു ആക്ച്വലി ആറ്റിറ്റ്യൂഡ് തീരെ മോശമുള്ള ആൾക്കാരുണ്ടായിരുന്നു. എന്തിനും വഴക്കുണ്ടാക്കുന്ന ആൾക്കാർ, എന്തിനും മറ്റുള്ളവരെ കളിയാക്കുന്ന ആൾക്കാർ, ലിസൺ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ, അവരെ നമ്മൾ പതിയെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവർ സഹകരിക്കാൻ തയ്യാറല്ലാത്തൊരു മൂഡിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ചില ആളുകളെ വേറെ മാർഗ്ഗമില്ലാതെ നമ്മൾ സൈഡ് ലൈൻ ചെയ്യേണ്ടി വരും. അവരെ നമ്മൾ പതുക്കെ സൈഡ് ലൈൻ ചെയ്തു, പറഞ്ഞു വിട്ടില്ല കേട്ടോ. അപ്പോൾ സൈഡ് ലൈൻ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് മനസ്സിലായി 3-4 മാസത്തിനുള്ളിൽ അവർ സ്വന്തമായി പിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ക്രീമായിട്ടുള്ളൊരു ടീമിനെ കിട്ടി. ഏകദേശം 12 പേരടങ്ങുന്ന ഒരു ക്രീമായിട്ടുള്ള ടീമിനെ കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ ആ ടീം പ്രൊഡക്ടിവിറ്റി ശരിക്കും കാണിച്ചു തുടങ്ങി. കാരണം ടാർഗറ്റ്സും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെഡ് ലൈൻസിൻ്റെ ഒപ്പം, അതായത് വർക്ക് ഡെഡ് ലൈനിൻ്റെ ഒപ്പം തന്നെ ചില പെർട്ടിക്കുലർ ടാർഗറ്റ്സുകൾ അച്ചീവ് ചെയ്യാനുണ്ടായിരുന്നു, ചില മൈൽ സ്റ്റോണുകൾ അച്ചീവ് ചെയ്യാനുണ്ടായിരുന്നു. ഈ മൈൽ സ്റ്റോണുകളും ടാർഗറ്റുകളും അച്ചീവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു കംപ്ലീറ്റ് HR ഓഡിറ്റാണ് നമ്മൾ ചെയ്തത്. HR ഓഡിറ്റ് ചെയ്തപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ഈ ആഡംസ് ഇക്വിറ്റി തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അങ്ങനെ ആഡംസ് ഇക്വിറ്റി തിയറി ഉപയോഗിച്ച് ഇവരുടെ കംപ്ലീറ്റ് ഒരു പ്രോസസ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഒരു ചെറിയ ഒരു കമ്പനി ആണെങ്കിൽ പോലും, ഈ പറഞ്ഞ ഒരു 15 പേര് 20 പേരുള്ള ഒരു കമ്പനി ആണെങ്കിൽ പോലും എന്ന് പറയാൻ പറ്റില്ല, അത്തരം കമ്പനീസിലാണ് ഏറ്റവും എഫക്റ്റീവ് ആവുക. കാരണം നമുക്ക് ഓരോരുത്തരെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ സിസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റും, ആളുകളെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ അത് കാരണം നിങ്ങളുടെ കമ്പനി ചെറുതാണെങ്കിൽ, പെർട്ടിക്കുലർലി ഒരു സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കമ്പനീസൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു HR സെറ്റ് ചെയ്യാനും കൾച്ചർ സെറ്റ് ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ് ആദ്യത്തെ ഘട്ടത്തിൽ. അത് വളരെ വലുതായി 150-200 പേരൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയും ഈ പ്രൊജക്ട് മാനേജ്മെൻറ്റ് സ്പീഡൊക്കെ വളരെയധികം ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇപ്പോഴും ഞങ്ങൾ റിവ്യൂസ് എന്നുള്ള രീതിയിൽ എല്ലാ മന്തിലും അവിടെ പോവുകയും ഈ റിവ്യൂസ് എടുത്ത് പോവുകയും ചെയ്യാറുണ്ട്. എന്തായാലും ഈ അനുഭവം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.